എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപേ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യമാണ്, നമ്മളുടെ ജനറ്റിക് ഇൻഫോർമേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മളുടെ DNA-യിലുള്ള ബേസ് സീക്വൻസുകളാണ്. എന്താണ് നമ്മളുടെ ജനറ്റിക് ഇൻഫോർമേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മളുടെ DNA-യിലുള്ള ബേസ് സീക്വൻസുകളാണ്. ഫോർ എക്സാമ്പിൾ, ഇതെൻ്റെ രണ്ട് DNA സ്ട്രാൻഡാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ രണ്ട് DNA സ്ട്രാൻഡാണ്. ഇത് 5'3' ആണെങ്കിൽ ഇത് 3'5' ആണ്. ഓക്കെ, ഇതെൻ്റെ രണ്ട് DNA സ്ട്രാൻഡുകളാണ്. ഈ DNA സ്ട്രാൻഡുകളിൽ എന്തുണ്ടാവും? ഒരു സ്ട്രാൻഡിൽ തന്നെ ഒരുപാട് ബേസുകൾ കാണും അല്ലേ? ATTCGAG അങ്ങനെ ഒരുപാട് ബേസുകൾ കാണും. അതേപോലെ തന്നെ അടുത്ത സ്ട്രാൻഡിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസുകളും കാണും അല്ലേ? ഇങ്ങനെ രണ്ട് സ്ട്രാൻഡുകളിലെയും ബേസസ് ഹൈഡ്രോജൻ ബോണ്ടുകൾ കൊണ്ട് യോജിച്ചാണ് നമ്മുടെ DNA-യിൽ കിടക്കുന്നത് അല്ലേ? അപ്പോൾ രണ്ട് സ്ട്രാൻഡിലും എന്തുണ്ട്? ബേസസ് ഉണ്ട്. ഈ ബേസുകളാണ്, ഈ ബേസുകളുടെ സീക്വൻസ് പോലല്ലേ പോയിരിക്കുന്നത്. ഈ ബേസുകളുടെ സീക്വൻസാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മളുടെ ജനറ്റിക് ഇൻഫോർമേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ബേസസ് ഇൻ DNA ദാറ്റ് ഡിറ്റർമൈൻ ദി genetic information of a given organism, or in other words we can say that genetic makeup of an organism or individual lies in the DNA sequence. ഒരു ജനറ്റിക്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു വാക്കിൽ പറയാം, ഒരാളുടെ ജനറ്റിക് മേക്കപ്പ് അല്ലെങ്കിൽ ആ ജനറ്റിക് മേക്കപ്പ് എന്തിലാണ് ഒളിച്ചു കിടക്കുന്നത്? അവരുടെ DNA-യിലുള്ള ആ ബേസ് സീക്വൻസുകളിലാണ് ഒളിച്ചു കിടക്കുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഞാൻ ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇനി ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തനാകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ബേസ് സീക്വൻസുകളിൽ വരുന്ന എന്തെങ്കിലും ഒരു വ്യത്യാസമായിരിക്കും ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കാൻ കാര്യം. ഏതെങ്കിലും ഒരു ചെറിയ പ്ലേസിലായാലും മതി, ആ വരുന്ന വ്യത്യാസമാണ് ഒരാളെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. Two individuals differ, then their DNA sequence also be different at some places. ഏതെങ്കിലും ഒരു പ്ലേസസിൽ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പ്ലേസസിലെങ്കിലും അവരുടെ സീക്വൻസുകൾ, അവരുടെ ബേസ് സീക്വൻസിൽ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് രണ്ട് വ്യക്തികൾ എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കുന്നത്. നമ്മുടെ DNA പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? കാരണം അതുകൊണ്ടാണ് നമ്മളൊരു യുണീക്കായി നിൽക്കുന്നത്. നമ്മുടെ DNA വളരെ യുണീക്കാണ്, അല്ലെങ്കിൽ വല്ല ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയിരിക്കണം. This assumption lead to the quest of finding out complete DNA sequence of human genome. ഈ രണ്ട് അസംഷൻ ആയിരുന്നു ഹ്യൂമൻ ജീനോമിലെ കംപ്ലീറ്റ് DNA-നെ സീക്വൻസ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. ഓക്കെ, ഈ രണ്ട് അസംഷനുകളായിരുന്നു. അപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്കൊരു DNA-നെ ഐസൊലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ ക്ലോൺ ചെയ്യിക്കാനുമായിട്ടൊക്കെ അന്ന് പറ്റുമായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് തുടക്കം കുറിക്കുന്നത് തന്നെ ഈ രണ്ട് അസംഷനുകളിൽ നിന്നാണ്. ഓക്കെ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത് HGP എന്നാണ്. ഓക്കെ, ഷോർട്ട് ഫോമിൽ നമുക്ക് അങ്ങനെ പറയാം. എന്താണ് ജീനോം എന്ന് പറയുന്നത്? ജീനോം എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ജീനുകളെയാണ് എന്തെന്ന് പറയുന്നത്? ജീനോം എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്നാണ് ലോഞ്ച് ചെയ്തതെന്നറിയാവോ? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1919. 1990 ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ത് ചെയ്തത്? ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1999. 1990 ഈ പ്രോഗ്രാം എന്ത് ചെയ്തത്, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തത്. ഇറ്റ് വാസ് എ 13-year പ്രോജക്റ്റ്. ഇത് എത്ര വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു? 13 വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് എ 13-year പ്രോജക്റ്റ് കോർഡിനേറ്റഡ് ബൈ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഇത് ആരാണ് ഈ പ്രോഗ്രാമിനെ കോർഡിനേറ്റ് ചെയ്തത്? US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും കൂടിയാണ് ഈ ഒരു 13-year പ്രോജക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്തത്. During early years, Wellcome Trust in UK became a major partner.
additional contribution came from France, Germany, Japan, China and others. അപ്പോഴേക്കും ഇത് ആദ്യം തുടങ്ങി വെച്ച് അല്ലെങ്കിൽ ഇത് കോർഡിനേറ്റ് ചെയ്തത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും ആണെങ്കിലും പിന്നീടുള്ള വർഷങ്ങളിൽ വെൽക്കം ട്രസ്റ്റ് എന്ന് പറയുന്ന UK വെൽക്കം ട്രസ്റ്റും ഇതിൻ്റെ ഒരു മേജർ ഭാഗമായിട്ട് മാറി, ഒരു പാർട്ട്ണറായിട്ട് മാറി. അതേപോലെ തന്നെ ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നുമെല്ലാം തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻ, ഇതിനാവശ്യമായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷനുകളും പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എത്തി. അങ്ങനെ ഏകദേശം 20 രാജ്യങ്ങളെല്ലാം ചേർന്ന് ഉള്ള ഒരു പ്രോജക്റ്റ്, ഒരു കോൺട്രിബ്യൂഷനായിരുന്നു ഇതെന്ന് പറയുന്നത്. ദിസ് പ്രൊജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 2003. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റഡ് ആയത് 2003-ലാണ്. അതുകൊണ്ടാണ് ഇത് 13-year പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 13-year പ്രോജക്റ്റ് എന്ന് പറയുന്നത് കാരണം ഇത് 1990 ഇത് ലോഞ്ച് ചെയ്തു. അതിനുശേഷം 2003 ഇതെന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിന് 13-year പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ബട്ട് the sequence of chromosome 1 was completed only on May 2006. പക്ഷേ ക്രോമസോം 1-നെ നമുക്ക് സീക്വൻസ് ചെയ്യാൻ സാധിച്ചത്, അതിൻ്റെ സീക്വൻസിങ് കംപ്ലീറ്റ് ആയത് May 2006-ലാണ്. എന്ന് വെച്ചാൽ 2003 കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നതെങ്കിലും ക്രോമസോം 1 കംപ്ലീറ്റ് ആയത് May 2006-ലാണ്. ദാറ്റ് ഈസ് വീണ്ടും ഒരു 3 വർഷവും കൂടെ പോയി. So the chromosome 1, this was the last of the 24 chromosomes sequenced. 24 ക്രോമസോം സീക്വൻസ് ചെയ്തതിൽ ഏറ്റവും അവസാനം സീക്വൻസ് ചെയ്ത ക്രോമസോമാണ് എന്തെന്ന് പറയുന്നത്, ക്രോമസോം 1 എന്ന് പറയുന്നത്. ഈ 24 ക്രോമസോംസ് ഏതൊക്കെയാണ്? 24 ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ 22 ഓട്ടോസോംസ് പ്ലസ് X and Y ക്രോമസോംസ്. ഈ എക്സ് ആൻഡ് വൈ ക്രോമസോംസ് എന്താണ്? സെക്സ് ക്രോമസോംസ് അല്ലെങ്കിൽ അലോസോംസ് എന്ന് പറയും. സെക്സ് ക്രോമസോംസിനെയാണ് അലോസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 22 ഓട്ടോസോംസ് പ്ലസ് എക്സ് വൈ പെയറായിട്ടാണ് കാണുന്നത്. മൊത്തം 23 പെയർസ്, അല്ലാതെ എക്സ് വൈനെ പിരിച്ചെഴുതിയതുകൊണ്ടാണ് 24 ക്രോമസോം എന്ന് പറയുന്നത്. ഈ 24 ക്രോമസോം സീക്വൻസ് ചെയ്തതിൽ ഏറ്റവും അവസാനം സീക്വൻസ് ചെയ്ത ക്രോമസോം ഏതാണെന്ന് ചോദിച്ചാൽ ക്രോമസോം 1 ആണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയത്, അതിൻ്റെ സീക്വൻസിങ് കംപ്ലീറ്റ് ആയത് May 2006-ലാണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഈസ് എ മെഗാ പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു മെഗാ പ്രോജക്റ്റാണ്. ഓക്കെ, ഒരു വലിയ മെഗാ പ്രോജക്റ്റ്, ഒരു ഹ്യൂജ് പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ ഒരു മെഗാ പ്രോജക്റ്റ് എന്ന് വിളിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ജീനോം ഈസ് സെറ്റ് ടു ഹാവ് അപ്രോക്സിമേറ്റ്ലി 3 × 10⁻⁴ ബേസ് പെയർ. ഒരു ഹ്യൂമൻ ജീനോമിൽ എത്ര ബേസ് പെയറുകളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 3 × 10⁻⁴ ബേസ് പെയറുകളാണ് ഒരു ഹ്യൂമൻ ജീനോമിലുള്ളത്. ഓക്കെ, അത്രയും ബേസ് പെയറുകളാണ് ഉള്ളത്. ദ കോസ്റ്റ് ഫോർ സീക്വൻസിങ് 1 ബേസ് പെയർ, ഒരു ബേസ് പെയറിനെ സീക്വൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $3 വേണം. എന്താണ്, ഒരു ബേസ് പെയറിനെ സീക്വൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര $? വേണം? $3 വേണം. അപ്പം നമുക്കുള്ളത് എത്രയാണ്? 3 × 10⁻⁹ ബേസ് പെയറുകളാണുള്ളത്. അപ്പം ഏകദേശം $1 എന്ന് പറഞ്ഞാൽ $1 ഇവിടുത്തെ 76 റുപ്പീസ് തന്നെ അടുത്ത് വരും. ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ റുപ്പി 76 വരും. അപ്പോഴേക്കും ഈ $1 എന്ന് പറയുന്നത്, അപ്പം ഒരു ബേസ് പെയർ സീക്വൻസ് ചെയ്യണമെങ്കിൽ തന്നെ $3 വേണം. അപ്പം 76 × 3 ഒന്ന് ആലോചിക്കുക. ഇന്ത്യൻ റുപ്പിയിലാണെങ്കിൽ 76 × 3 = 228 റുപ്പീസ് വേണം. ഇന്ത്യൻ റുപ്പി 228 ഇന്ത്യൻ റുപ്പി വേണം നമുക്ക് ഒരു ബേസ് പെയർ സീക്വൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ 3 × 10⁻⁹ ബേസ് പെയറുകളാണുള്ളത്. അപ്പോൾ എന്ത് വലിയ തുകയാവും ഓർത്തെ. അപ്പോഴേക്കും അവർ പറയുന്നത് ദാറ്റ് ഈസ് ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് വുഡ് ബി അപ്രോക്സിമേറ്റ്ലി $9 ബില്യൺ. അപ്പോൾ അവർ പറയുന്നത് ഒരു ഈ
പ്രോജക്റ്റ് തീരാൻ നേരത്ത് ഉള്ള എല്ലാ ബേസ് പെയറുകളും ഈ 3 × 10⁹ ബേസ് പെയറുകളും സീക്വൻസ് ചെയ്ത് കഴിയാൻ നേരത്ത് അപ്രോക്സിമേറ്റ്ലി $9 ബില്യൺ ആകും. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ എമൗണ്ട് അല്ല. കാരണം 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 crores ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1000 മില്യൺ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ടാണ്. അപ്പം 9 ബില്യൺ എന്ന് പറഞ്ഞാൽ 900 കോടിയാണ്. 900 crore വേണം ഒരു ജീനോം ചെയ്യാൻ വേണ്ട പൈസ എന്ന് പറയുന്നത്. അതാണ് അത്രയും വലിയൊരു മെഗാ പ്രോജക്റ്റ് എന്ന് നമ്മൾ വിളിക്കാനായിട്ടുള്ള ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു മെഗാ പ്രോജക്റ്റ് ആണെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഇങ്ങനെയെല്ലാം സീക്വൻസ് ചെയ്തു. $9 ബില്യൺ വെച്ചിട്ട് നമ്മളിതിനെ സീക്വൻസ് ചെയ്തു. ഈ സീക്വൻസ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ സ്റ്റോർ ചെയ്യണമല്ലോ. നമ്മളിത് ഒരു ടൈപ്ഡ് ഫോമിൽ ഒരു ബുക്കിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 1000 പേജുകൾ അടങ്ങുന്ന ഒരു ബുക്കായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിൽ ഓരോ പേജിലും 1000 ലെറ്റേഴ്സും അടങ്ങും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര ബുക്ക് വേണ്ടി വരും? 3300 അങ്ങനെയുള്ള ബുക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സിംഗിൾ സെല്ലിനെ, അതാണ് ഏറ്റവും ഇവിടെ, ഒരു സിംഗിൾ സെല്ലിനെ എൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ 3300 ബുക്കുകൾ നമുക്ക് വേണ്ടി വരും. സോ അങ്ങനെ അത്രയും ബുക്കുകൾ വേണ്ടി വരിക എന്ന് പറയുന്നത്, അപ്പോൾ അത്രയും ബുക്കുകൾ റെഫർ ചെയ്താലേ നമുക്കൊരു സിംഗിൾ ജീൻ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അത് കാരണം തന്നെ ഈ HGPയുമായി അസോസിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച വേറൊരു മെത്തേഡാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ബയോളജിയിലെ ഒരു ശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അങ്ങനത്തെ ഒരു ശാഖ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു ശാസ്ത്രജ്ഞന്മാർ. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഈ ഡേറ്റാസ് എല്ലാം, ഈ സീക്വൻസ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യേണ്ട ആ ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാനും അനലൈസ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ബയോളജിയുടെ ഒരു പുതിയ ഏരിയയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അത് വികസിപ്പിച്ചെടുത്തു. ഗോൾസ് ഓഫ് HGP, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എന്താണ് HGPയുടെ ഗോളെന്ന്? ഐഡൻറ്റിഫൈ ഓൾ ദ അപ്രോക്സിമേറ്റ്ലി 20,000 to 25,000 ജീൻസ് ഇൻ ഹ്യൂമൻ DNA. ഹ്യൂമൻ DNAയിലുള്ള 20,000 തൊട്ട് 25,000 വരെയുള്ള ജീനുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറയുന്നത്, 20,000 തൊട്ട് 25,000 വരെ എന്നുള്ളത്. ഓക്കെ, അത്രയും ജീനുകളെ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? ഡിറ്റർമൈൻ ദ സീക്വൻസ് ഓഫ് 3 ബില്യൺ കെമിക്കൽ ബേസ് പെയർസ് ദാറ്റ് മേക്കപ്പ് ഹ്യൂമൻ DNA. ഹ്യൂമൻ DNA ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ബേസ് സീക്വൻസുകളാണ്. അത് എത്ര ബേസ് പെയറുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 ബില്യൺ കെമിക്കൽ ബേസ് പെയർ. അതിനെ ഡിറ്റർമൈൻ ചെയ്യുക. ഇങ്ങനെ സീക്വൻസ് ചെയ്താൽ മാത്രം പോരാ, സ്റ്റോർ ദിസ് ഇൻഫോർമേഷൻ ഇൻ ഡേറ്റാ ബേസസ്. ഇങ്ങനെ ഈ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുക. ഡേറ്റാബേസിൻ്റെ രൂപേണ നമ്മൾ ഈ ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡേറ്റ അനാലിസിസ്. ഇനി ഈ ഡേറ്റ ശേഖരിച്ച് വെച്ചാൽ മാത്രം പോരാ, സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, പകരം നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. അപ്പോൾ ആ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസിനെ ഇംപ്രൂവ് ചെയ്തെടുക്കുക. ഓക്കെ, സോ ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡേറ്റ അനാലിസിസ്. ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസിനെ ഇംപ്രൂവ് ചെയ്തെടുക്കുക. ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ് സച്ച് ആസ് ഇൻഡസ്ട്രീസ്. ഈ ടെക്നോളജീസൊക്കെ മറ്റ് ഇൻഡസ്ട്രീസിലേക്കൊക്കെ ആവശ്യം വരുന്ന ഈ ഇൻഡസ്ട്രീസിലേക്കൊക്കെ എന്ത് ചെയ്യാതെ ഈ റിലേറ്റഡ് ടെക്നോളജീസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അഡ്രസ് ദി എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ് ഫ്രം ദി പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൽ നിന്ന് വരാവുന്ന എത്തിക്കലായിട്ടുള്ള, ലീഗലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ഇഷ്യൂസുകളെ അഡ്രസ്സ് ചെയ്യുക. എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അതിനാണ് ELSI എന്ന് പറയുന്നത്. ഇതൊരു വട്ടം നീറ്റിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഗോൾസ് ഓഫ് HGP എന്ന് പറയുന്നത്. ഇനി
നമുക്ക് ഈ ഡി എൻ എയിൽ ഉണ്ടാകുന്ന ഓരോ വേരിയേഷനെ പറ്റിയിട്ടുള്ള നോളേജ് നമുക്ക് എന്താണ് ഒരുപാട് സഹായകം ആവുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ടു ഡയഗ്നോസ്, ട്രീറ്റ് ആൻഡ് പ്രിവെൻറ്റ് തൗസൻഡ് ഓഫ് ഡിസോർഡേഴ്സ് ദാറ്റ് അഫക്റ്റ് ഹ്യൂമൻ ബീങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന തൗസൻഡ്സ് ഓഫ് ഡിസോർഡേഴ്സുകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനും അതിനെ തിരിച്ചറിയാൻ ഡയഗ്നോസ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്താണ് വളരെയധികം സഹായകരമാണ്. ഓക്കെ, ഡി എൻ എയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ പറ്റിയുള്ള അതിൻ്റെ എഫക്റ്റിനെ പറ്റി നമുക്ക് അതിനോടുള്ള ആ വിവരത്തെ ആ നോളേജ് നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് ഡിസീസസ് ഹ്യൂമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഡിസീസസിനെ തടയാനായിട്ട്, അല്ലെങ്കിൽ തടയാൻ മാത്രമല്ല ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളെ അത് സഹായിക്കാറുണ്ട്. ഇത് ഹ്യൂമൻ ബീങ്സിൻ്റെ സീക്വൻസുകൾ മാത്രമല്ല ചെയ്യുന്നത്, നോൺ ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെയും സീക്വൻസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ നോൺ ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെ നാച്ചുറൽ കേപ്പബിലിറ്റീസിനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ നാച്ചുറൽ ക്യാപ്പബിലിറ്റീസ് അറിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കുണ്ടാകുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ടല്ലോ, അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് ചാലഞ്ചസ്, അത് ഹെൽത്ത് കെയറിലായിക്കോട്ടെ അഗ്രികൾച്ചറിലായിക്കോട്ടെ അങ്ങനത്തെ സെക്ടേഴ്സുകളിലൊക്കെ ഉണ്ടാകുന്ന ചാലഞ്ചസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു റെമഡിക്കേഷനായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഓർഗാനിസത്തെക്കുറിച്ച് നമ്മൾ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് ബാക്ടീരിയ, ഈസ്റ്റ്, സീനോറാബ്ഡിറ്റസ് എലഗൻസ്, അതെന്ന് പറയുന്ന ഒരു ഫ്രീ ലിവിങ് നോൺ പാർത്തോജനിക് നെമറ്റോഡാണ്. പിന്നെ റൈസ് പ്ലാന്റ്, അങ്ങനെ ഒരുപാട് ഡ്രോസോഫില, അങ്ങനെ ഒരുപാട് ഓർഗാനിസത്തിൽ നമ്മളിങ്ങനെ സീക്വൻസ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്തിനെ പറ്റി പഠിക്കാം, മെത്തഡോളജീസിനെ കുറിച്ച്. 2 മെത്തേഡാണുള്ളത്. ഒന്ന് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും ഒന്ന് സീക്വൻസ് അനോട്ടേഷനും. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡ് ഓൺ ഐഡൻറ്റിഫൈയിങ് ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ജീനുകളെ കുറിച്ച് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇതാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് ESTS എന്ന് പറയുന്നത്. ഒരു DNA ആകാൻ നേരത്ത് ഇതൊരു DNA സ്ട്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിലെന്തുണ്ടാവും, കോഡിംഗ് ആയിട്ടുള്ള ഭാഗവും ഉണ്ടാവും. ഇപ്പോൾ ഈ ബ്ലൂ ലൈൻ കോഡിംഗ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇങ്ങനെ കോഡിംഗ് ആയിട്ടുള്ള ഭാഗവും ഉണ്ടാവും, ഈ റെഡ് ലൈൻ നോൺ കോഡിംഗ് ആണ്. അങ്ങനെ കോഡിംഗ് ആയിട്ടുള്ള നോൺ കോഡിംഗ് ആയിട്ടുള്ള ഭാഗവും കാണും. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗിൽ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ കോഡിംഗ് ആയിട്ടുള്ള ഭാഗം മാത്രം, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഭാഗം മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് നടത്തുന്നതാണ് എക്സ്പ്രസ് സീക്വൻസ് ടാഗ്. അങ്ങനെയുള്ള സീക്വൻസ് മെത്തേഡാണ് എക്സ്പ്രസ് സീക്വൻസ് ടാഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് സീക്വൻസ് അനോട്ടേഷൻ. ഈ സീക്വൻസ് അനോട്ടേഷനാണ് നമ്മൾ കുറച്ചുകൂടി അക്സെപ്റ്റഡ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സീക്വൻസിങ് ഓൾ സെറ്റ് ഓഫ് ജീനോം, മറ്റവിടെ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഇതിനെ മാത്രമാണ് സീക്വൻസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ആ ഒരു ജീനോമിനെ മൊത്തം സീക്വൻസ് ചെയ്യുകയാണ്. സീക്വൻസിങ് ഓൾ സെറ്റ് ഓഫ് ജീനോം, ദാറ്റ് ഈസ് കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ്, കോഡിംഗ് ആയിട്ടുള്ളതും നോൺ കോഡിംഗ് ആയിട്ടുള്ളതും. അങ്ങനെ ചെയ്യുന്നതാണ്. ഫോർ സീക്വൻസിങ് ദ ടോട്ടൽ DNA ഫ്രം എ സെൽ ഈസ് ഐസൊലേറ്റഡ്. നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം ഒരു സെല്ലിൽ നിന്ന് അതിൻ്റെ ആ ടോട്ടൽ DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഐസൊലേറ്റ് ചെയ്തു ഒരു സെല്ലിൽ നിന്ന് അതിൻ്റെ ടോട്ടൽ DNA നമ്മൾ എന്ത് ചെയ്തു, ഐസൊലേറ്റ് ചെയ്തു. കൺവേർട്ട് ഇറ്റ് ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഐസൊലേറ്റ് ചെയ്തെടുത്ത ഇതിനെ, ഇപ്പം ഞാനൊരു സെല്ലിൽ നിന്നൊരു കംപ്ലീറ്റ് DNA ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഐസൊലേറ്റ് ചെയ്തെടുത്തതിനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഫ്രാഗ്മെൻറ്റുകളായിട്ട് ഞാൻ തിരിച്ചു, കൊച്ചു ഫ്രാഗ്മെൻറ്റുകളായിട്ട് തിരിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വലിയൊരു DNA എനിക്ക് സീക്വൻസ് ചെയ്യുവാണെങ്കിൽ അതിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റുവാണെങ്കിൽ പിന്നെയും ഞാൻ ആദ്യം തൊട്ട് തുടങ്ങണം. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നത് കൊണ്ട് സീക്വൻസിങ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി അതിനെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ മുറിക്കും. അങ്ങനെ നമ്മൾ റാൻഡം ഫ്രാഗ്മെൻറ്റ്സ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്.
റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാൻഡം ഫ്രാഗ്മെൻറ്റ്സ് ആക്കുന്നത്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ സിസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ ആ DNA ആ ലോങ് DNA നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായി നമ്മളതിനെ മുറിച്ചു. ക്ലോൺഡ് ഇൻ സ്യൂട്ടബിൾ ഹോസ്റ്റ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് വെക്റ്റേഴ്സ്. എന്നിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യുക, ഇതിന് നമ്മൾ സ്പെഷ്യലൈസ്ഡ് വെക്റ്ററിലിട്ട് നമ്മളതിനെ ക്ലോൺ ചെയ്യാമെന്ന് അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കുക. നമുക്ക് ഒരുപാട് കോപ്പീസ് വേണം. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്റ്ററിൽ യൂസ് ചെയ്യും. കോമൺലി യൂസ്ഡ് ഹോസ്റ്റ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയയും ഈസ്റ്റുമാണ്. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലോണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്നത്. അപ്പം ആ വെക്ടറിൻ്റെ പേരാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആൻഡ് YAC എന്ന് പറയുന്നത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. B എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, Y എന്ന് പറയുന്നത് ഈസ്റ്റ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്, ഈസ്റ്റ് ഒരു യൂകാരിയോട്ടാണ്. അപ്പോഴേക്കും ബാക്കി ആ ബാക്ടീരിയയും ഈസ്റ്റും അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്കി ആർട്ടിഫിഷ്യൽ ക്രോമസോം രണ്ടും, അപ്പോൾ ആ ഫുൾ ഫോം ഓർത്തിരിക്കുക. അടുത്തത്, ദ ഫ്രാഗ്മെൻറ്റ്സ് വെയർ സീക്വൻസ്ഡ് യൂസിങ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ, ഇപ്പോൾ ഒരുപാട് ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് കിട്ടി, വെക്റ്ററിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് കോപ്പീസ് കിട്ടി. ആ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുക, എന്തിലിട്ടാണ് നമ്മൾ സീക്വൻസ് ചെയ്യുന്നത്, ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ. ഓട്ടോമേറ്റഡ് DNA സീക്വൻസറിലിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സീക്വൻസ് ചെയ്യുക. ഈ ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ വർക്ക് ചെയ്യുന്ന എന്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രെഡറിക് സാങ്കറിൻ്റെ സാങ്കേഴ്സ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ, ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഈ ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ പ്രവർത്തിക്കുന്നത്. അപ്പം അതിലിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫ്രാഗ്മെൻറ്റ്സിനെ സീക്വൻസ് ചെയ്തെടുക്കും. ഇനി നമ്മളിതിനെ എങ്ങനെ ക്രമീകരിക്കും, നമ്മളിപ്പോൾ ഇത് സീക്വൻസ് ചെയ്തു. ഈ അലൈൻമെൻറ്റ് ഓഫ് ദി സീക്വൻസ് വർ ഹ്യൂമൻലി നോട്ട് പോസിബിൾ, ദെയർഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാംസ് വെർ ഡെവലപ്ഡ്. ഈ നമുക്ക് ഇതിനെ ഇങ്ങനെ നമ്മൾ സീക്വൻസ് ചെയ്തതിന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഹ്യൂമൻലി നോട്ട് പോസിബിൾ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാംസിൻ്റെ സഹായത്തോടു കൂടി, എന്ന് വെച്ചാൽ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അതിനെ എന്ത് ചെയ്യും, അതിനെ സീക്വൻസ് ചെയ്തതിനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യും. ദെൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോമിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ഹ്യൂമൻ ജീനോമിൻ്റെ സാലിയൻ എന്തൊക്കെ ഒബ്സർവേഷനാണ് അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ വഴിയുള്ളതെന്ന്, അതാണ് ഈ പറയുന്നത്. ദ ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസസ്. എന്താണ് 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസുകളാണ് എന്തുള്ള ഒരു ഹ്യൂമൻ ജീനോമിനുള്ളത് എന്ന് ആണ്, അതാണ് ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇതിലൂടെ കിട്ടിയത്. The average gene consists of 3000 bases, but size vary greatly, with largest known human gene being dystrophin at 2.4 million bases. അപ്പോഴേക്കും നമ്മളുടെ ഒരു ആവറേജ് ജീനിൽ ഉണ്ടാകുന്ന ബേസസ് എന്ന് പറയുന്ന ഒരു ആവറേജ് കണക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സീക്വൻസ് ഒരുപാട് ബേസസ് കണ്ടുപിടിച്ചല്ലോ, അതിൽ നമ്മൾ എല്ലാം കൂടി ഒരു ആവറേജ് കണക്കാണ് പറയുന്നത്. ഒരു ആവറേജ് ജീനിൽ 3000 ബേസസ് കാണുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതെന്താണ്, പലതിലും പല സൈസാണ്, പല DNA പല സൈസാണ്. ബട്ട് സൈസ് വെരി ഗ്രേറ്റ്ലി വിത്ത് ലാർജസ്റ്റ് നോൺ ഹ്യൂമൻ ജീൻ. പക്ഷേ ലാർജസ്റ്റ് ഹ്യൂമൻ ജീൻ ആയിട്ടുള്ള ഡിസ്ട്രോഫിനിൽ എത്ര ബേസസ് ഉണ്ട്, 2.4 മില്യൺ ബേസസ് ഉണ്ട്. അപ്പോൾ അത്ര 2.4 മില്യൺ ബേസസ് ആണ് എന്തിലുള്ളത്, ഈ പറയുന്ന ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ഈ ഒരു ജീനിലുള്ളത്. അപ്പോഴേക്കും 3000 ബേസസ് എന്ന് പറയുന്നത് വെറും ഡിസ്ട്രോഫിനിൽ ഇത്രയും ബേസസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ 3000 എന്ന് പറയുന്ന ഒരു ആവറേജ് കണക്കാണ് പറയുന്നത്, എല്ലാത്തിൻ്റെയും അല്ല, ഒരു ആവറേജ് കണക്ക്. ഈ ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ഈ ജീനാണ് നമ്മുടെ മസിൽ കോൺട്രാക്ഷനും നമ്മുടെ ലോക്കോമോഷനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഈ ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ഈ ജീനാണ്. ഓക്കെ,
ഇനി തേർഡ് പോയിന്റ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് 30,000. അപ്പം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ജീൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് 30,000 ആണ്. ഓക്കെ, അപ്പം മുമ്പ് പറഞ്ഞതിൽ നിന്നും ഒരുപാട് കുറവാണ്. മുമ്പ് പറഞ്ഞത് 80,000 തൊട്ട് 1,40,000 ജീനുകൾ കാണുമെന്നാണ് പറഞ്ഞതെങ്കിൽ കണ്ടുപിടുത്തത്തിൽ നമുക്ക് അതിൻ്റെ ഒബ്സർവേഷനെ നമുക്ക് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി നമുക്ക് അതിൻ്റെ ഒബ്സർവേഷനെ നമുക്ക് മനസ്സിലായി എന്താണ് 30,000 ജീനുകളെ ഉള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് 30,000. Almost all 99.9% nucleotide bases are exactly the same in all peoples. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലും 99.9% ന്യൂക്ലിയോടൈഡ് ബേസുകളും സെയിം ആയിരിക്കും. 0.1% ആണ് ഒരാളിനെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ബേസ് സീക്വൻസുകളിൽ വരുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ആണ് നമ്മളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഡിഫറെൻ്റ് ആക്കുന്നതെന്ന് പറഞ്ഞു. അത് വെറും എത്ര ശതമാനമാണ്? 0.1%. ദാറ്റ് ഈസ് ബാക്കി 99.9% ന്യൂക്ലിയോടൈഡ് ബേസസുകളും എല്ലാ മനുഷ്യരിലും സെയിം ആണ്. എന്നിലും നിങ്ങളിലും എല്ലാവരിലും സെയിം ആണ്. പക്ഷേ ആ ഒരു 0.1% മാത്രമാണ് എന്താവുന്നത്, ഒരാളിനെ മറ്റൊരാളിൽ നിന്നും ഡിഫറെൻ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, അതാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. The functions are unknown for over 50% of the discovered gene. ഡിസ്കവർ ചെയ്ത ജീനുകളിൽ, ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ജീനുകളിൽ 50% ജീനുകളും അതിൻ്റെ ഫങ്ഷൻസും അൺനോൺ ആണ്. നമുക്കിപ്പോഴും അറിയത്തില്ല എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന്. ഓക്കെ, ലെസ് ദാൻ 2% ഓഫ് ദ ജീനോം കോഡ്സ് ഫോർ പ്രോട്ടീൻ. എത്ര ശതമാനം എന്താണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഇത്രയും ജീനുകളിൽ 2% ജീനുകൾ മാത്രമാണ് എന്തിനെ കോഡ് ചെയ്യുന്നത്? പ്രോട്ടീനിന് കോഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യുകയാണ്? പ്രോട്ടീനൊന്നും കോഡ് ചെയ്യാറില്ല. റെപ്പിറ്റേറ്റീവ് സീക്വൻസ് മേക്ക് അപ്പ് വെരി ലാർജ് പോർഷൻ ഓഫ് ദ ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിൻ്റെ മെജോറിറ്റി പോർഷനും റെപ്പിറ്റേറ്റീവ് സീക്വൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതെൻ്റെ DNA ആണ്. ഇവിടുത്തെ ATCATTG ഇങ്ങനെ ഒരു സീക്വൻസ് ആണെങ്കിൽ ഇത് തന്നെ പിന്നെയും റിപ്പീറ്റഡായിട്ട് വരും. ഇത്രയും തന്നെ പിന്നെയും റിപ്പീറ്റഡായിട്ട് വരും. ATCATTGA ഇങ്ങനെ പിന്നെയും എന്താണ് റിപ്പീറ്റഡായിട്ട് വരും. ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഭൂരിഭാഗവും മെജോറിറ്റിയും നമ്മൾ എന്ത് കാണുന്നത്? നമ്മുടെ DNAയിൽ, നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം ഈ റെപ്പിറ്റേറ്റഡ് ആയിട്ടുള്ള സീക്വൻസസിന് ഒരിക്കലും പ്രോട്ടീൻ കോഡ് ചെയ്യാനൊരു ഫങ്ഷനും ഉണ്ടാവത്തില്ല. The repetitive sequence are stretches of DNA sequences that repeated many times, sometimes 100 to 1000 times. അപ്പം ഈ റിപ്പീറ്റഡ് സീക്വൻസ് എന്ന് പറയുന്നത് DNAയുടെ സീക്വൻസ് ആണ്. ആ സീക്വൻസ് പലവട്ടം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ പലവട്ടം റിപ്പീറ്റഡ് ആയിട്ട് വരും. സംടൈംസ് 100 to 1000 ടൈംസ്. ചില സമയത്ത് എന്താണ് 100 തൊട്ട് 1000 തവണ വരെ എന്താണ് ഈ സീക്വൻസ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് വരും. ദേ ഹാവ് നോ ഡയറക്റ്റ് കോഡിങ് ഫങ്ഷൻ. ഇതിന് കോഡിങ് ഫങ്ഷൻ ഒന്നുമില്ല. ഒരു പ്രോട്ടീനെ ഇത് കോഡ് ചെയ്യില്ല. ബട്ട് ദേ ഷീറ്റ് ലൈറ്റ് ഓൺ ക്രോമസോം സ്ട്രക്ചർ, ഡൈനാമിക്സ് ആൻഡ് എവല്യൂഷൻ. പക്ഷേ ഇതെന്താണ്, നമ്മുടെ ക്രോമസോം സ്ട്രക്ചറിനെയും നമ്മുടെ എവല്യൂഷനെയും ഒക്കെ പറ്റി ഇതിനൊരു വലിയ ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോറൻസിക് സയൻസ്, അതിലുമൊക്കെ ഈ റെപ്പിറ്റേറ്റീവ് സീക്വൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്രോമസോം 1 ഹാവ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ജീൻസ്. ഏറ്റവും കൂടുതൽ ജീനുകളുള്ളത് ക്രോമസോം 1-നാണ്. എത്ര ജീനുകളാണുള്ളത്? 2968 ജീൻസ്. 2968 ജീനാണ് ക്രോമസോം 1-ൽ മാത്രമുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ ജീനുകളുള്ള ക്രോമസോം ഏതാണെന്ന് ചോദിച്ചാൽ ക്രോമസോം 1 ആണ്. ആൻഡ് ക്രോമസോം Y ഹാവ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ജീൻസ്. അതേപോലെ തന്നെ ക്രോമസോം Yക്കാണ് ഏറ്റവും കുറവ് ജീനുകളുള്ളത്. ദാറ്റ് ഈസ് 231 ജീൻസ്. 231 ജീനുകൾ മാത്രമാണ് ക്രോമസോം Yക്കുള്ളത്. ഈ ക്രോമസോം Y എന്ന് പറയുന്നത് മെയിലിൻ്റെ ക്രോമസോം, XY ക്രോമസോം ഇല്ല, അതിൽ മെയിൽസിൻ്റെ സ്വഭാവം കാണിക്കുന്ന, ബിഹേവിയർ കാണിക്കുന്ന ഈ ക്രോമസോം Y കൊണ്ടാണ്. അപ്പോൾ ആ ക്രോമസോം Yയിലാണ് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ജീൻസുകളുള്ളത്. ദാറ്റ് ഈസ് 231 ജീൻസ്. Scientists have identified about 1.4 million locations where single base pair DNA differences, that is SNPs, occurs in humans. അതേപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയത്
1.4 മില്യൺ ലൊക്കേഷൻസുകൾ, എന്താണ് 1.4 മില്യൺ ലൊക്കേഷൻസുകളിൽ DNA ഒരു സിംഗിൾ ബേസ് DNA ഡിഫറൻസസ് കാണാനായിട്ട് സാധിച്ചു. ഇതിനെയാണ് സ്നിപ്സ് എന്ന് പറയുന്നത്. സ്നിപ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മുടെ DNA ആണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ റിപ്പീറ്റഡായിട്ട് വരും ATTCG. ഇതിങ്ങനെ റിപ്പീറ്റഡായിട്ട് ഒരുപാട് വട്ടം വന്നെന്ന് ഓർത്തു. ATT ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് വരാനോർത്ത് ഏതെങ്കിലും ഒരു, ഇനി അടുത്ത് വരേണ്ട C ആണ്, അവിടെ ചിലപ്പം A വന്നെന്നിരിക്കും. അങ്ങനെ ഒരു സിംഗിൾ ചേഞ്ച് അടുത്ത് റിപ്പീറ്റഡായിട്ട് വരുമ്പോൾ പിന്നെയും ഒരു സിംഗിൾ ബേസ് ചേഞ്ച് വരും. ATT പിന്നെ ഇവിടെ C വരും എന്നുവെച്ച് അങ്ങനെ ഒരു സിംഗിളായിട്ട് എവിടെയെങ്കിലും ഒരു ചേഞ്ച് വരിക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്നിപ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനും അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോറൻസിക് സയൻസിലൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പം അതാണ് സയൻറ്റിസ്റ്റ് ഹാവ് ഐഡൻറ്റിഫൈഡ് അബൌട്ട് 1.4 മില്യൺ ലൊക്കേഷൻ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള ചില ഡിഫറൻസസ് 1.4 മില്യൺ ലൊക്കേഷൻസിലാണ് സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് HGP അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോമിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവർ എടുത്ത ഒബ്സർവേഷൻ എന്ന് പറയുന്നത്.